പ്രാവശ്യം കൈ ഒടിഞ്ഞു, ആ ഒരു എല്ലിന് അങ്ങനെ ബലക്ഷയം വരുമോ? ഒരു പ്രാവശ്യം കൈ ഒടിഞ്ഞു, വീണ്ടും അതിൽ അങ്ങനെ വരുമോ, ബലക്ഷയം വരുമോ? നിർബന്ധമില്ല. അവിടെയും ചോദ്യത്തിന് രണ്ട് ഭാഗമുണ്ട്. ഫ്രാക്ചേഴ്സ് വന്നിട്ട് ഇത് വരും എന്ന് പറഞ്ഞോളൂ. അതെ, അവിടെയും രണ്ട് കാരണങ്ങളുണ്ട്. ഒരു ചെറുപ്പക്കാരൻ്റെ കൈയാണ് ഒടിയുന്നതെന്ന് വെച്ചോളൂ. ആ ഒടിയുന്ന ഭാഗം ഒടിഞ്ഞ് യോജിച്ച് ചേർന്ന ആ ഭാഗമാണ്, അതാണ് ഏറ്റവും വീക്ക് ലിങ്ക്ഡ് എന്ന എല്ലിന്. ചിലപ്പോൾ നല്ല ഫോഴ്സിൽ വന്നായിരിക്കും പൊട്ടി, ഇല്ലെങ്കിൽ അയാൾക്ക് പൊട്ടില്ല എല്ല്. അപ്പോൾ ആ വീക്കസ്റ്റ് പോയിന്റ് അത് യോജിച്ച് ചേർന്ന് കാണും. നമ്മൾ പ്ലേറ്റ് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ കൺസർവേറ്റീവായിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് നമ്മൾ യോജിച്ച് കാണും. പക്ഷേ ആ പോയിന്റ് എപ്പോഴും ഒരു വീക്ക് പോയിന്റ് ആയിരിക്കും. ആ വീക്ക് പോയിന്റ് ചിലപ്പോൾ 3 മാസം 6 മാസമൊക്കെ കഴിഞ്ഞിട്ടേ അതൊരു ഫുൾ സ്ട്രെങ്ത്തിലേക്ക് ചിലപ്പോൾ വരത്തുള്ളൂ. അതേസമയം ഒരു പ്രായമായ ഒരു മനുഷ്യൻ എങ്ങനെ പോയാലും അവർക്ക് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പൊട്ടിയതാണെങ്കിൽ പിന്നെയും പൊട്ടാം. കാരണം ആ എല്ല് ഇൻഹറൻ്റ്ലി വീക്കാണ്. അതിൻ്റെ മുകളിലാണ് ഈ ഫ്രാക്ചർ ഉണ്ടായത്. ചെറുപ്പക്കാരിൽ ഈ ഫ്രാക്ചർ വരണമെങ്കിൽ നല്ല ഫോഴ്സ് വന്നിട്ടുണ്ടാവും. ആ ഫോഴ്സ് എപ്പോഴും വരണം നിർബന്ധമില്ല. പ്രായമായാലും അത്രയും ഫോഴ്സ് വേണ്ട. സോ ആ ക്വസ്റ്റ്യൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫ്രാക്ചറിലും വരാം, പക്ഷേ ഫ്രാക്ചർ ആർക്കാണ് വരുന്നതെന്നുള്ളത് പ്രായത്തിനനുസരിച്ചിട്ട് ആ ഒരു കാരണം വ്യത്യാസപ്പെട്ടിരിക്കും. അതേപോലെ നമുക്ക് ഫാമിലിയിലുള്ള ആളുകൾക്ക്, ഇപ്പോൾ അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്, അപ്പോൾ ജനറ്റിക്കായിട്ട് ഓസ്റ്റിയോപോറോസിസ് വരുമോ? ലൈക്ക് ഐ സെഡ്, ഓസ്റ്റിയോപോറോസിസ് ഇസ് ഇന്നവിറ്റബിൾ ട്രൂത്ത് എന്ന് പറഞ്ഞ സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും. അച്ഛനുണ്ടായാൽ, അച്ഛൻ്റെ പ്രായം എത്തിയാൽ എനിക്കും ഉണ്ടാകും ഓസ്റ്റിയോപോറോസിസ് വരാം, എൻ്റെ എല്ലിന് വരാം. പക്ഷേ അതേസമയം അച്ഛന് ഈ പറഞ്ഞ പോലത്തെ അസുഖങ്ങൾ, ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ് വരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ കുടുംബത്തിൽ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അസുഖം, അച്ഛനെന്നല്ല വേറെ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായെന്നുണ്ടെങ്കിൽ ആ അസുഖം വരാനുള്ള ചാൻസസ് എനിക്കുണ്ടാകും. എനിക്കെന്നല്ല, ആ ഓരോ ഫാമിലിയിലുള്ള പല ആൾക്കാർക്ക് അതിന് റെസിസ്റ്റൻ്റ് ഉണ്ട്, ഡോമിനൻ്റ് ഉണ്ട്, റെസസീവ് എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് വരാം, ചിലർക്ക് വരില്ല. എല്ലാവർക്കും വരാൻ നിർബന്ധമില്ല. ആ വരാൻ ചാൻസ് ഉള്ള ആൾക്കാർക്ക് ചെറുപ്പത്തിലും വരാം. അത് ഫെമിലിയലായിട്ട് വരാൻ പറ്റും. അപ്പം അല്ലാണ്ട് ഓസ്റ്റിയോപോറോസിസ് ഫെമിലിയൽ എന്ന് നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ല. പക്ഷേ യെസ്, ആ പ്രായമെത്തുമ്പോൾ വരാം. ഈ ഓസ്റ്റിയോപോറോസിസിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാനൊക്കെ പറ്റും. കുട്ടികളിൽ ഓസ്റ്റിയോപോറോസിസ് പോലെ തന്നെ കുട്ടികളിൽ എല്ലിൻ്റെ ഉള്ളു, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്ക് അവിടെ വെക്കാം. എല്ലിൻ്റെ ഉള്ളു കുറയുന്നു എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകും. ആ കൺസെപ്റ്റ് കുട്ടികളിൽ വരുന്നതിന്, അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ വരുന്നതിന് ഓസ്റ്റിയോപീനിയ എന്നാണ് പറയുന്നത്. പീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലിൻ്റെ കുറവ്, പീനിയ എന്ന് വെച്ചാൽ കുറവ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലിൻ്റെ ഉള്ളു കുറവ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുമ്പോൾ അവിടെ ഗ്യാപ്പ് ആയി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോറസ് ആയി കഴിഞ്ഞു. അത് പ്രായമുള്ളവരിലാണ് യൂഷ്വലി നമ്മൾ റെഫർ ചെയ്യുന്നത് യൂഷ്വലി ഓൾഡർ ആൾക്കാരിലാണ് ഓസ്റ്റിയോപോറോസിസ്. ചെറുപ്പക്കാരിൽ ഓസ്റ്റിയോപീനിയ എന്നാണ് പറയുന്നത്. കുട്ടികളിൽ ഓസ്റ്റിയോപീനിയ വരാം. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇതൊക്കെ വരുമ്പോഴത്തേക്ക് റിക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. ആ എല്ലിൻ്റെ ഉള്ളു കുറയും. ഉള്ളിൻ്റെ ഉള്ളു കുറയുമ്പോൾ എന്ത് പറ്റും? ചില കുട്ടികളുടെ കാൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് കണ്ടിട്ടില്ല. ഒന്ന് ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നോക്നി ആയിട്ട് ഇരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് ഇരിക്കും. ബോയിങ് ഓഫ് ലെഗ്സ് ഉണ്ടാവും. അതൊക്കെ ഓസ്റ്റിയോപോറോസിസിൻ്റെ ഓസ്റ്റിയോപീനിയയുടെ ലക്ഷണമാണ്. അത് അഡൾട്ട്സിനും വരാം. ഒരു എല്ല് റെഗുലർലി വീക്കാണ്, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ കാൽഷ്യത്തിന് ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ല് കുറയും, എല്ലിൻ്റെ ആരോഗ്യം കുറയും. അപ്പോൾ അത് വളയാനും ഇതിനൊക്കെ ഉണ്ട്. അപ്പോൾ സിംറ്റംസ് ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികളിൽ നമുക്ക് വളവും ഇതൊക്കെ കാണാം. പിന്നെ ലൈക്ക് ഐ സെഡ്, എല്ലിൻ്റെ ആരോഗ്യം കുറയുമ്പോൾ എല്ലിൽ ഫോഴ്സ് വരുമ്പോൾ വേദന വരും. വേദനയാണ് യൂഷ്വലി പ്രസൻറ്റ് ചെയ്യുന്നത്. യൂഷ്വലി വേദനയായിട്ടാണ് പ്രായമുള്ളവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വളവ്, ഷേപ്പ് മാറുന്നു. ഇത് കാരണം തന്നെ ആയിട്ട് എല്ലിൻ്റെ ഷേപ്പ് മാറുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജോയിൻസിനകത്ത് അതിയായ പ്രഷർ വരുമ്പോഴത്തേക്ക് ജോയിൻസിന് ഉരഞ്ഞ് തേയ്മാനം ഉണ്ടാകും. ഒരു ലെറ്റ്സ് സേ ഒരു 60-65 ഇയേഴ്സിന് ശേഷമാണ് നമ്മൾ തേയ്മാനം വരിക എന്ന് കരുതുന്നതെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പേ വരാം. അതിന് മുമ്പേ തേയ്മാനമൊക്കെ വരാം. അപ്പോൾ പെയിൻ ഇസ് പ്രോബബ്ലി ദ മെയിൻ സിംറ്റം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബോയിങ്ങോ അല്ലെങ്കിൽ ഷേപ്പ് വ്യത്യാസമൊക്കെ കാണാൻ പറ്റും. നടുവളയാം, നടുവിനകത്ത് ഇത് വരാം, ഹൈറ്റ് കുറയാം. പ്രായമാകും തോറും ഈ നട്ടല് ഓരോ കഷ്ണങ്ങളാണ്. ഇപ്പോൾ ഒരു കഷ്ണം 2 കഷ്ണം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മോളിൽ വെർട്ടിക്കൽ ഫോഴ്സാണ് വരുന്നത്. ആ വെർട്ടിക്കൽ ഫോഴ്സിനെ താങ്ങാൻ നമുക്ക് ഇതുവരെ പറ്റുന്നുണ്ട്. ഓസ്റ്റിയോപോറോസിസ് ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഫോഴ്സ് താങ്ങാൻ പറ്റിയെന്ന് വരില്ല, ഇങ്ങനെ ചതഞ്ഞു പോയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കാരണമായിട്ട് വേറൊരു അസുഖം വരണം നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ അതിനകത്ത് സിംറ്റംസ് വരണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ ഹൈറ്റ് കുറയും. ചിലപ്പോൾ നമ്മുടെ അമ്മൂമ്മമാരെയോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരെയോ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഹൈറ്റ് കുറഞ്ഞായിട്ടോ കൂന് കൂടിയായിട്ടോ ഒക്കെ തോന്നാം. ദിസ് ഇസ് ദ റീസൺ. അവരുടെ സ്പൈനിൻ്റെ ഹൈറ്റ് കുറയുകയാണ്. അത് ആ ഓസ്റ്റിയോപോറോട്ടിക് ഇത് കാരണം ഫോഴ്സ് താങ്ങാൻ പറ്റാതെ ചതഞ്ഞു പോകുന്നത്. അപ്പോൾ ഹൈറ്റ് ഒന്ന് കുറയും,
വളയാം അങ്ങനെയൊക്കെ. അതൊക്കെയാണ് യൂഷ്വലി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. പിന്നെ എളുപ്പത്തിൽ പൊട്ടും, എളുപ്പത്തിൽ പൊട്ടും. നമ്മളൊരു ചെയറിൽ നിന്ന് എണ്ണിക്കുമ്പോഴത്തേക്ക് കാല് തെന്നുമ്പോൾ നമുക്കൊന്നും പറ്റിയെന്ന് വരില്ല, ഒരു വേദന വന്നേ ഉണ്ടാവും. ഈ പ്രായമായ ഓസ്റ്റിയോപോറോസിസ് ഉള്ള ആൾക്കാരിൽ ഇത്രയും ഒരു തെന്നൽ മതി, ഈ ഒരു ഫോഴ്സ് മതി ഇടുപ്പല്ല് പൊട്ടാനും മുട്ടല്ല് പൊട്ടാനും ഒക്കെ. അതൊക്കെയാണ് ലക്ഷണങ്ങൾ. നമുക്ക് ഓൾറെഡി പറഞ്ഞു പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേദനയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണമായിട്ട് വരുന്നത്. അങ്ങനെ ഒരു വേദന വരുമ്പോൾ ഒന്ന് കൺസൾട്ട് ചെയ്യുക, ഒന്ന് അസസ് ചെയ്യുക. നിങ്ങളുടെ ലോക്കൽ ഓർത്തോപീഷ്യനെയോ അല്ലെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റ് സർജനെയോ കാണുക. അത് അവിടുത്തെ അസസ് ചെയ്യുക, എന്താണ് എൻ്റെ എല്ലിൻ്റെ അവസ്ഥ, എനിക്ക് എല്ലിന് എത്രത്തോളം ആരോഗ്യമുണ്ടെന്നുള്ളത് അസസ് ചെയ്യുക. അറിഞ്ഞിരിക്കുന്നതിൽ തെറ്റില്ലല്ലോ.